നമ്മൾ അടിമസമർപ്പണം ചെയ്യുന്നവരാണ്. അടിമസമർപ്പണം അത് കേരളത്തിലുള്ള ഒരു രീതിയാണ്. നമ്മൾ കർത്താവിൻ്റെ അടിമകളായി, അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സെൻസിലല്ല, കർത്താവിന് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ വേണ്ടില്ല. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കർത്താവെ അങ്ങയുടെ കൂടെ നിന്നോളാം, എന്നെ അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ഉപയോഗിച്ചോളൂ എന്ന് പറയുന്ന ഒരു രീതിയാണ്. മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ നമ്മൾ കർത്താവിന് ദാസനും ദാസിയുമായി ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ കുർബാന സമയം ഒരിക്കൽ കൂടി കർത്താവെ അങ്ങയുടെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിച്ചോളൂ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു ദാസനെ പോലെ നിന്നുകൊള്ളാം. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ എടുക്കുന്ന തീരുമാനമാണ്. പേടിച്ചോ അല്ലെങ്കിൽ ആരുടെ നിർബന്ധത്തിലോ എടുക്കുന്ന കാര്യമല്ല. നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മുഴുവൻ അനുഗ്രഹം വന്നു ചേരുന്നതിന് ഇന്നത്തെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പറയും, തൊട്ടു തൂസ് അതെല്ലാം നിനക്ക് എന്ന് പറഞ്ഞ് മറിയത്തിനു മുമ്പിൽ സമർപ്പണം നടത്തിയ വിശുദ്ധനെ നമ്മൾ കൊണ്ടാടുമ്പോൾ മറിയം ദൈവത്തിനു മുമ്പിൽ സമർപ്പണം നടത്തിയതുപോലെ നമുക്ക് ദൈവത്തിനു മുമ്പിൽ സമർപ്പണം നടത്താം.